പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഹോപ്പോണോപോണോ പ്രാക്ടീസ് കൊണ്ട് നമുക്ക് എങ്ങനെ പാസ്റ്റിന് ലെറ്റ് ഗോ ചെയ്യാം എന്നുള്ള ഒരു ടെക്നിക്കാണ്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ഹീലിംഗ് പ്രാക്ടീസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുകയും കുളിക്കുകയും ബ്രീത്ത് ചെയ്യുകയും ചെയ്യുന്നത് പോലെ തന്നെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഹീലിംഗ് പ്രാക്ടീസ് കൂടി ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഹീലിംഗ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഇരിക്കുന്ന അവസരത്തിൽ വി ഹാവ് ടു ജേർണൽ. നമ്മുടെ മനസ്സിനെ കാമായതിനു ശേഷം നമ്മൾ ചിന്തിക്കണം നമ്മുടെ ഉള്ളിൽ അപ്പോൾ ഉണ്ടാകുന്ന ഇമോഷൻ അല്ലെങ്കിൽ ഫീലിംഗ് എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ സമയത്ത് നമ്മൾക്ക് ഉത്തരം കിട്ടുന്നതായിരിക്കും ഗിൽറ്റാണ്. എന്തെങ്കിലും കാരണങ്ങൾ ആലോചിക്കുമ്പോൾ നമുക്ക് ഗിൽറ്റ് തോന്നും, നമുക്ക് ഓവർ തിങ്കിങ് ഉണ്ടാവും, ഫിയർ ഉണ്ടാവും, ആൻഷ്യറ്റി ഉണ്ടാവും. ഇങ്ങനെയുള്ള ഫീലിങ്സ് എല്ലാം നമ്മുടെ ഉള്ളിൽ വരുന്ന അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഫീലിങ്സ് എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് എന്നാൽ നമ്മൾക്കത് ലെറ്റ് ഗോ ചെയ്യാനും നമ്മൾക്ക് ആ ഒരു ഇമോഷനെ ഫീലിങ്ങിനെ ഹീൽ ചെയ്ത് പോകാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് അവിടെ കിട്ടുകയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുമ്പിൽ വരുന്ന അവസരത്തിൽ വി ഹാവ് ടു യൂട്ടിലൈസ് ദാറ്റ് മൊമെൻറ്റ്. എന്നിട്ട് നമ്മൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനോട് തന്നെ ചോദിക്കണം, ഹൗ ക്യാൻ ഐ കറക്റ്റ് ദിസ്, ഹൗ ക്യാൻ ഐ ചേഞ്ച് ദ പാസ്റ്റ് ഫീലിംഗ്, ഹൗ ക്യാൻ ഐ ക്ലെൻസ് ദിസ് ഹീലിംഗ് ഫ്രം മൈ മൈൻഡ്. ഇങ്ങനെ നമ്മൾ സബ് കോൺഷ്യസ് വാട്ട് ക്യാൻ ഐ ഡൂ ടു ഹീൽ മൈസെൽഫ്, ഇങ്ങനെയുള്ള ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിനോട് ചോദിക്കുന്ന അവസരത്തിൽ സബ് കോൺഷ്യസ് മൈൻഡിന് ഒരു റെസ്പോൺസിബിലിറ്റി വരികയാണ്. നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു പ്രാക്ടീസ് നമ്മുടെ ഇമോഷനെ അല്ലെങ്കിൽ ഫീലിങ്ങിനെ ഹീൽ ചെയ്തതിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനുള്ള വഴികൾ നമ്മുടെ മുന്നിൽ തുറന്നു തരുന്നതായിരിക്കും. അങ്ങനെ ചെയ്യുന്ന അവസരത്തിൽ നമുക്ക് ഫ്യൂച്ചറിനെ നമ്മളൊരു ഡിഫറൻ്റ് ആയിട്ട് നമ്മൾ കാണാൻ തുടങ്ങുന്നതായിരിക്കും. കാരണം നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇത് ഹീൽ ചെയ്ത് പോകും തോറും നമ്മൾക്ക് നമ്മളുടെ ഫ്രണ്ടിൽ വ്യത്യാസമായിട്ടുള്ള ഒരു ഫ്യൂച്ചറായിരിക്കും നമുക്ക് ഓപ്പണായിട്ട് കിടക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മുടെ പാസ്റ്റിനെ ലെറ്റ് ഗോ ചെയ്തിട്ട് പാസ്റ്റിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു കാര്യം കൊണ്ട് ഉണ്ടായിട്ടുള്ളൊരു ഫീലിംഗ് ആണ് നമ്മുടെ ഇപ്പം നമ്മൾ അനുഭവിക്കുന്നതും നമ്മൾ ഫീൽ ചെയ്യുന്നതുമായിട്ടുള്ള ഇമോഷൻസ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കതിനെ ഹീൽ ചെയ്യാൻ വളരെ എളുപ്പമാണ് വിത്ത് ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് വി ആർ ആസ്കിങ് to the subconscious mind. Thank you.